പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ താഴ്ചകളിൽ തകർച്ചകളിൽ അടുത്തു വന്ന് കൈ തന്നുയർത്തുന്ന തമ്പുരാന്റെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ആരുമില്ല എന്നുള്ള പരിഭവത്തോടെ വേദനയോടെ ജീവിതമാകുന്ന കുളക്കരയിൽ നിരാശയോടെ കിടക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തളർച്ചകളും താഴ്ചകളും ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മെ കൈപിടിച്ചുയർത്താൻ ആരെങ്കിലും ഉണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. നമ്മളൊരു സമൂഹ ജീവിയാണ്. എനിക്ക് തന്നെ ജീവിക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ഞാൻ എന്നിലേക്കും എൻ്റെതായ കാര്യങ്ങളിലേക്കും മാത്രം ഒതുങ്ങി നിന്നാൽ ചില ആപത്തുകളിലും അപകടങ്ങളിലും ആവശ്യങ്ങളിലും നമുക്കാരുമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരിക്കൽ ഒരു സഹോദരി തൻ്റെ മകനെയും കൊണ്ട്, തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വളരെ പെട്ടെന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള രോഗവുമായിട്ട് ആശുപത്രിയിലേക്ക് കയറേണ്ടി വന്നു. ഓപ്പറേഷൻ വേണ്ടി വന്നു. 10-15 ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. ആ കുഞ്ഞിന്റെ അമ്മ എന്നോട് പറയുകയായിരുന്നു, ഈ 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് 11 ലക്ഷം രൂപ ആശുപത്രിയിൽ ആവശ്യമായി വന്നു. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്തു? അപ്പോൾ ആ അമ്മ പറയുകയാണ്, സിസ്റ്റർ, ഒത്തിരി പേര് ഞങ്ങളെ സഹായിച്ചു, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വന്നില്ല. എന്നും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നതാണ് അവര്. ഒന്നും അവർക്ക് വേണ്ടി ബാങ്കിൽ ഡിപ്പോസിറ്റുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ തക്ക സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ടവരായി അവർ കരുതിയിരുന്നവര്, അവർ ബന്ധപ്പെട്ടിരുന്നവര്, അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നവര് തക്ക സമയത്ത് കൈനീട്ടി കൈ തുറന്നു കൊടുത്ത് അവരെ സഹായിക്കുകയാണ്. ആരുമില്ല എന്നുള്ള പരിഭവം നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ, ആരും വേണ്ട എന്ന് വെച്ചുള്ള ഒരു ജീവിതമാണോ, ആരുടെയും ആവശ്യം എനിക്കില്ല എന്നുള്ളൊരു ചിന്തയോടെ എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളഞ്ഞിട്ട് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരുടെ തളർച്ചയിൽ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരം നമ്മൾ ഓരോരുത്തരുമാണ്. അവരുടെ തളർച്ചയിലും താഴ്ചയിലും അവർക്ക് നീട്ടിക്കൊടുക്കേണ്ട കരങ്ങൾ എന്റെയും നിങ്ങളുടേതുമാണ്. പതറിപ്പോകുന്ന തളർന്നു പോകുന്ന മനസ്സുകളുടെ മുൻപിൽ പതറാത്ത മനസ്സുമായി നിന്ന് അവരെ സൗഖ്യപ്പെടുത്തേണ്ടത്, ശുശ്രൂഷിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നുകൂടി ഈശോ ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിനുള്ള അഭിഷേകവും ശക്തിയും സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.